ഹലോ ഗായ്സ്, ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഖത്തറിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് എങ്ങനെ യാത്ര ചെയ്യാമെന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബസ്സിലിപ്പോൾ എങ്ങനെയാണ് കയറുന്നതെന്ന് കാണിച്ചു തരാം. അതിനാദ്യമായിട്ട് കാർഡ് ആവശ്യമാണ്. ഇവിടുത്തെ നിയറസ്റ്റ് കർവ സ്റ്റേഷനിൽ ബസ് കാർഡ് കിട്ടുന്നതായിരിക്കും. ഇപ്പം ഈ നിയറസ്റ്റ് നമ്മുടെ ഇവിടെ നിന്ന് നിയറസ്റ്റ് ആയിട്ടുള്ളത് വക്ര ആയിട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ബസ്സാണിത്. ഇതിലെങ്ങനെയാണ് കാർഡ് എടുക്കുന്നതും എല്ലാ കാര്യങ്ങളെല്ലാം വീഡിയോ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ ബസ്സിൽ ആദ്യം പഞ്ച് ചെയ്യേണ്ട ആവശ്യമായിട്ടുണ്ട്. ഇത് തുറന്നിട്ട് ഈ ഒരു കാണുന്ന സ്ക്രീനിൽ ഇങ്ങനെ പഞ്ച് ചെയ്യണം. അപ്പോൾ ഒരു യാത്രയ്ക്ക് 3 റിയാൽ 2.80 രൂപയ്ക്ക് സംതിങ് കട്ടാക്കുന്നുണ്ട്. ഈ ബസ്സിൻ്റെ എൻഡ് വരെ പോയാലും ആ പൈസ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ ബസ്സിൽ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. പോകെ അങ്ങോട്ട് ആൾക്കാർ, ഇതിപ്പം ഫസ്റ്റ് സ്റ്റോപ്പ് ഇവിടെ നിന്ന് ആയതുകൊണ്ടാണ് ഇവിടെ ആരുമില്ലാത്തത്. പിന്നെ ബസ്സിൻ്റെ ഡ്രൈവറിൻ്റെ നെയിം, സ്റ്റോപ്പിൻ്റെ നെയിം എല്ലാം ഇതിൽ തന്നെ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ ബസ് എടുത്ത് യാത്ര തുടങ്ങി. ഈ കാണുന്നതാണ് നമ്മുടെ ക്യാമ്പ്. ഇത് കഴിഞ്ഞ് കുറച്ച് ഒരു മണിക്കൂറത്തെ യാത്രയുണ്ട് ഇവിടുന്ന് അവിടുത്തെ നിയറസ്റ്റ് കർവ സ്റ്റേഷൻ വരെ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഇത് 2 കാർഡ് എടുക്കുന്നതും അതിൽ പറയുന്നുണ്ട്. മെട്രോ കാർഡ് എടുക്കുന്നതും മെട്രോ കാർഡിന് വരുന്നത് 20 റിയാലാണ്. 20 റിയാൽ എന്ന് പറയുമ്പോൾ 10 റിയാൽ അതിനകത്ത് റീചാർജ് ഓൾറെഡി ടോപ്പപ്പ് കാണും. പിന്നെ ബസ് കാർഡിന് വരുന്നതെന്ന് വെച്ചാൽ 30 റിയാലാണ്. 20 റിയാൽ ബാലൻസും 10 റിയാൽ കാർഡിനും ആവും. ഇത് പിന്നെ റീചാർജ് ചെയ്യാം. മിനിമം 10 റിയാൽ വെച്ച് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ. ഈ സൈഡിൽ കാണുന്നത്. അതിൻ്റെ അപ്പുറത്താണ് കർവ സ്റ്റേഷൻ. രണ്ടും നിയറസ്റ്റ് തന്നെ. ഖത്തറിലെ മെട്രോ സ്റ്റേഷനുകൾക്ക് വേറെ പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇവിടുത്തെ ഭൂരിഭാഗം മെട്രോ സ്റ്റേഷനുകളും സ്ഥിതി ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ടായിട്ടാണ്. ഇതിപ്പോൾ ഇവിടുത്തെ അൽവക്ര സ്റ്റേഷനാണിത്. ഇവിടെയാണ് ഇപ്പോൾ മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ 3 ലൈനാണ് പ്രധാനമായിട്ടുള്ളത്. റെഡ് ലൈനുണ്ട്, യെല്ലോ ലൈനുണ്ട്, ഗ്രീൻ ലൈനുണ്ട്. അപ്പോൾ ഇത് റെഡ് ലൈനാണ്. ഇതിൻ്റെ മെട്രോ സ്റ്റേഷനുകളുടെ മെയിൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് മെഷ്രിബാണ്. അവിടെയാണ് 3 ലൈനുകളും ഒന്ന് ചേരുന്നത്. ഖത്തർ മെട്രോ സ്റ്റേഷനുകൾ ആർക്കിടെക്ചറിൽ ശരിക്കും അതിശയകരമായാണ് നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. പരമ്പരാഗത ഖത്തറിൻ്റെ വാസ്തുവിദ്യകളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇപ്പോൾ മെട്രോ സ്റ്റേഷനുകളെല്ലാം നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. പണ്ട് കാലങ്ങളിലെ ഖത്തറിലെ കാരവൻ സൈഡ് എന്ന വിശ്രമ കേന്ദ്രങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വിശാലവും പ്രകാശപൂരിതവുമായ ഉൾഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ സ്റ്റേഷനുകളും അതിൻ്റേതായ വ്യക്തിത്വം നൽകാനും ഡിസൈൻ നൽകാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. മെട്രോ സ്റ്റേഷൻ്റെ ഒരു വശത്തായിട്ട് കാർഡ് വെൻഡിങ് മെഷീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ആദ്യമേ ഇങ്ങനെ ടച്ച് ചെയ്യുക, ന്യൂ കാർഡ് സെലക്ട് ചെയ്യുക, എത്ര എണ്ണമാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക, അതിലിപ്പോൾ എത്ര റീചാർജ് ചെയ്യണമെന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, കാർഡാണെങ്കിൽ കാർഡ് എല്ലാം അവൈലബിൾ ആണ്. അപ്പം നമ്മളിപ്പോൾ കാർഡാണ് ചൂസ് ചെയ്തത്. അത് കുറച്ച് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് താഴെ ആയിട്ടൊരു ഓപ്പണിങ്ങിൽ കാർഡ് വരുന്നത് കാണാം. അപ്പോൾ ഇത്രയ്ക്ക് സിമ്പിളാണ് ഇവിടുത്തെ കാർഡ് വെൻഡിങ് ചെയ്യുന്നത്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് കർവ സ്റ്റേഷനിലോട്ടാണ്. ഇവിടെ മെട്രോ ലിങ്ക് ബസ്സുണ്ട്, കർവ ബസ്സുണ്ട്. ഈ മെട്രോ ലിങ്ക് ബസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് യാത്ര സൗജന്യമായിരിക്കും. മെട്രോ കാർഡ് വേണ്ടി വരും. അതിനായിട്ടാണ് ഞാൻ മെട്രോ കാർഡ് എടുത്തത്. അപ്പോൾ കർവ മെട്രോ കാർഡ് എടുക്കുന്നതെന്ന് ഇങ്ങനെ കാണിച്ചു തരാം. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ആണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറുമ്പോഴത്തേക്ക് കാർഡ് ആൻഡ് ട്രാവൽ സർവീസ് എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്, കൗണ്ടർ. അവിടെ ചെല്ലുക. അവിടുത്തെ വെൻഡിങ് മെഷീൻ വർക്കിംഗ് അല്ല, അതുകൊണ്ട് അവിടെ കൗണ്ടർ ചെന്ന് കാര്യം പറയുമ്പോൾ അവർ എടുത്തു തരുന്നതായിരിക്കും. ഈ ചുവന്ന നിറത്തിൽ വരുന്നതാണ് മെട്രോ ലിങ്ക് ബസ്. അപ്പോൾ നേരത്തെ കണ്ടതുപോലെ തന്നെ മെട്രോ കാർഡാണ് പഞ്ച് ചെയ്യേണ്ടത്. മെട്രോ കാർഡ് പഞ്ച് ചെയ്യുക, യാത്ര ചെയ്യുക. അപ്പോൾ ഇത് മെട്രോ ലിങ്ക് ബസ്സിന് ചാർജ് ഈടാക്കുന്നതല്ല, കാർഡിൽ നിന്ന് പൈസ കട്ടാവുന്നുണ്ട്. പക്ഷേ പഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഇപ്പോൾ ബാങ്ക് വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ബാങ്കിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതാണ് CBQ ബാങ്കിൻ്റെ ഒരു ബിൽഡിങ്. അപ്പോൾ ഇത് വരുന്നത് വക്രയിലായിട്ട് തന്നെ. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വക്ര ഓൾഡ് സൂക്ക് വരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് നേരം പോയി. നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ അടുത്തുള്ളൊരു മാളിലോട്ട് പോകാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് അടുത്ത മെട്രോ സ്റ്റേഷനിൽ പോയി. അവിടെ മെട്രോ കയറി. അവിടെ ഇതാണ് മെട്രോയുടെ ഉൾവശം. പിന്നെ ഇവിടുത്തെ മെട്രോയ്ക്ക് വേറൊരു പ്രത്യേകതകളുണ്ട്. ഇവിടുത്തെ മെട്രോ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഡ്രൈവർ ഇല്ലാതെയാണ്.
CBTC എന്ന് പറഞ്ഞൊരു സാങ്കേതിക വിദ്യ വെച്ചാണ് പ്രവർത്തിക്കുന്നത്. അത് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വേഗതയും സ്റ്റേഷനുകളുടെ സ്ഥാനമെല്ലാം മനസ്സിലാക്കി ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്തുള്ളൊരു മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഊബർ വിളിച്ചായിരുന്നു. അപ്പോൾ ഊബറിൽ കയറി. അപ്പോൾ ഊബർ ഡ്രൈവർ ഒരു പാകിസ്ഥാനിയായിരുന്നു. അപ്പോൾ നമ്മളത് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കേരളത്തിലാണ്. അപ്പോൾ അവൻ കേരളത്തിനെ പറ്റി പറഞ്ഞു കേട്ടപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ വേറെ ഇന്ത്യയിലുള്ള ആൾക്കാരെ പോലെയല്ല കേരളത്തിലുള്ളവർ, അവർ ഒരുപാട് ആൾക്കാരെ സഹായിക്കും. അപ്പോൾ ഇപ്പോൾ ഊബർ ഓടുന്ന തന്നെ ഇതിൻ്റെ ഓണർ കേരളത്തിലുള്ള ആളാണ്. അവൻ ഇതുപോലെ എന്തോ അവസ്ഥയിൽ വന്നപ്പോൾ തന്നെ അയാൾ എന്തൊക്കെ കുറേ സഹായങ്ങളെല്ലാം ചെയ്തു. വളരെ നല്ല ആൾക്കാരാണ് കേരളത്തിലുള്ളവരെന്നൊക്കെ അവൻ കുറേ സംസാരിച്ചു. പിന്നെ അവൻ നമ്മുടെ മലയാള ഭാഷേനെയും അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഭാഷകൾക്കൊരു വാക്കുകൾക്ക് തന്നെ ഒരു കാഠിന്യമില്ല, അതുപോലെ അവൻ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നല്ലൊരു സ്വഭാവമായിരുന്നു അവൻ കീപ്പ് ചെയ്തത്. നമ്മുടെ അയൽ രാജ്യമായിരുന്നിട്ട് കൂടി അവർ നമ്മളെ രാജ്യത്തെ പറ്റി നല്ല കാര്യങ്ങൾ പറഞ്ഞതിന് നമുക്കൊരു അഭിമാനമായി തോന്നി. അവിടെ നിന്ന് കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം വില്ലാജി മാളിലെത്തി. വില്ലാജി മാളിലെ ഇൻഡോർ തടാകം എന്ന് വെച്ചാൽ വളരെയധികം പ്രശസ്തമാണ്. ഈ തടാകം എന്ന് പറയുമ്പോൾ വെന്നീസിലെ കനാലുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ഈ കനാലിൽ കൂടെ ഒരു യാത്രയുണ്ട്. അതിനെ ഗൊണ്ടോള സവാരി എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ യാത്ര ചെയ്യുന്നതിന് ഒരാൾക്ക് 10 റിയാൽ ആണ് ചാർജ് ചെയ്യുന്നത്. കുറേ നാളുകളായി ഇവിടെ വരണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ ഇന്നാണ് അവസരം കിട്ടിയത്. പക്ഷെ വന്നതിൽ എനിക്ക് എന്തായാലും വെർത്തായിട്ടാണ് തോന്നിയത്. കാര്യം ഇവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളും എല്ലാം മനസ്സിനൊരു സംതൃപ്തി തരുന്നൊരു കാര്യങ്ങളായിരുന്നു. കുറച്ച് നേരം മാളൊക്കെ ചുറ്റി കണ്ടിട്ട് പിന്നെ അടുത്തുള്ളൊരു കടയിൽ കയറി ഷവർമ കഴിച്ചു. പിന്നെ അധിക നേരം അവിടെ നിന്നില്ല. പിന്നെ അവിടെ നിന്ന് മെട്രോ പിടിച്ചു, തിരിച്ച് ക്യാമ്പിലോട്ട് യാത്ര തുടങ്ങി. അപ്പോൾ തിരിച്ചോട്ട് വരുന്ന കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. വീഡിയോ ഇപ്പം തന്നെ ഒരു നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് വളരെയധികം സന്തോഷം. ഓക്കെ, ബൈ.